വഞ്ചന, ആക്ഷേപം. മഹാരാജാവേ, ഇതാണോ അങ്ങയുടെ രാജനീതി? മംഗല്യകർമ്മം കഴിഞ്ഞ രാജകുമാരിയുടെ സ്വയംവരത്തിനാണോ ഞങ്ങളെ ക്ഷണിച്ചത്? എന്ത് മംഗല്യം കഴിഞ്ഞോ? അതെ, കഴുത്തിൽ താലിയോടുകൂടിയ രാജകുമാരിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. മഹാരാജാവേ, ഈ അപമാനത്തിന് എന്ത് സമാധാനം പറയുന്നു? ഇവിടെ കൂടിയിരിക്കുന്ന രാജാക്കന്മാരെ കബളിപ്പിച്ച് ഈ സ്വയംവരം നടത്താമെന്നാണോ അങ്ങയുടെ ഭാവം? സത്യവും ധർമ്മവും പരിപാലിക്കേണ്ട അങ്ങ് ഇപ്രകാരം പ്രവർത്തിക്കുന്നത് അധർമ്മമാണ്, അക്രമമാണ്. ചന്ദ്രമതിയുടെ വിവാഹം കഴിഞ്ഞെന്നു മഹാരാജാവേ അങ്ങ് സ്വപ്നം കാണുകയാണോ? അല്ല, വെറും സത്യം മാത്രം. ഈ കാണുന്ന താലി ഒരു കന്യകയ്ക്ക് എങ്ങനെ ഉണ്ടായി? ആക്ഷേപം, ധിക്കാരം, അപമാനം, വഞ്ചന. ശാന്തരാഘവൻ, ഹരിചന്ദ്ര, അങ്ങ് കണ്ടുപിടിച്ചത് ഇതേവരെ ആരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു ദേവരഹസ്യമാണ്. ദേവരഹസ്യമോ? അതിന്റെ പേരിൽ ഞങ്ങളെ വ്യാമോഹിപ്പിക്കാമെന്നോ? അല്ല, സന്താനമില്ലാതെ ക്ലേശിച്ചിരുന്ന എനിക്ക് ശ്രീ പരമശിവൻ തന്ന നിധിയാണ് ഈ മകൾ. അവളിലേതോ രഹസ്യമുണ്ടെന്നും ആ രഹസ്യം കണ്ടുപിടിക്കുന്ന ആളാണ് അവളുടെ ഭർത്താവെന്നും ഭഗവാൻ അരുളി ചെയ്തു. ഹരിചന്ദ്ര മഹാരാജാവേ, അങ്ങ് ആ സത്യം തെളിയിച്ചിരിക്കുന്നു. മഹാരാജാവേ, ക്ഷമിക്കണം. ചന്ദ്രമതി, നീ ഭാഗ്യവതിയാണ്. ദൈവഹിതമനുസരിച്ച് എന്റെ മകളെ ഞാനിതാ അങ്ങേക്ക് നൽകുന്നു.